ഫ്രണ്ട്സ്, വെൽക്കം ടു പെറ്റൽ ആൻഡ് ലീഫ്. പെറ്റൽ ആൻഡ് ലീഫിലേക്ക് സ്വാഗതം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നമ്മൾ സൂക്ഷിക്കുന്നത്. അങ്ങനെ ഞാൻ പച്ചമുളക് ഒരു കുരുടിപ്പോ മറ്റ് പ്രാണികളുടെ ആക്രമണമോ ഒന്നും ഇല്ലാതെ വളർത്തി കുലകുത്തി കായ്ച്ചു കിടക്കുന്ന അതെങ്ങനെയാണ് സാധിച്ചത് എന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിന് 5 പ്രധാന കാര്യങ്ങളാണ് ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. 1, സൂര്യപ്രകാശം, നല്ല വെയിൽ കിട്ടണം, നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം. 2, നാം ഉപയോഗിക്കുന്ന മണ്ണ് കറക്റ്റ് pH കറക്റ്റ് ചെയ്ത മണ്ണ് തന്നെ ആയിരിക്കണം. അടുത്തത്, ആവശ്യത്തിനുള്ള വെള്ളവും വളവും. ആവശ്യത്തിന്, ആ ഒരു വാക്ക് പ്രധാനമാണ്. ആവശ്യത്തിൽ കൂടുതൽ വെള്ളവും വളവും കൊടുക്കാൻ പാടില്ല. 4, സൂക്ഷ്മ മൂലകങ്ങൾ, നമ്മൾ അതിന് അത്യാവശ്യം വേണ്ടുന്ന സൂക്ഷ്മ മൂലകങ്ങൾ നമ്മൾ അതിന് കൊടുക്കണം. 5, പ്രാണികളിൽ നിന്നും അതിനെ നമ്മൾ രക്ഷിക്കണം, അതിൻ്റെ ആക്രമണത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കണം. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇത് നടാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം നല്ലതുപോലെ സൂര്യപ്രകാശം ഏൽക്കുന്നതും നീർവാഴ്ചയുള്ളതുമായിട്ടുള്ള ഒരു സ്ഥലം തന്നെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്നത്. 2, കറക്റ്റ് pH ഉള്ള മണ്ണേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. pH എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് മുന്നിലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾ കയറി നോക്കിയാൽ മതി. അപ്പം ഇവിടെ എനിക്ക് കഠിനംകുളം കൃഷി ഭവനിൽ നിന്നും കിട്ടിയ മുളകിൻ്റെ വിത്തുകളാണ്. അത് ഞാൻ പാകി ആ വിത്തുകളെല്ലാം തന്നെ പൊടിച്ചു. അന്നത്തെ എൻ്റെ ഒരു അസൗകര്യം കൊണ്ട് ഓരോന്നോരോന്ന് ഗ്രോ ബാഗിലായിട്ട് നടുവാൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ചീര നടാനുള്ള നീളമുള്ള ആ ഗ്രോ ബാഗ്, ഇത് പെട്ടെന്ന് നടണമെന്നുള്ളതുകൊണ്ട് ഗ്രോ ബാഗ് ആണ് ഞാൻ എടുത്തത്, നീളമുള്ള ഗ്രോ ബാഗ്. അതിനകത്ത് അല്പം മണ്ണ് മാത്രമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഞാൻ ഗ്രോ ബാഗ് നിറച്ച് കരിയില നിറച്ചു. കരിയില മുൻപ് ഞാനൊരു വീഡിയോയിൽ എങ്ങനെയാണ് ഗ്രോ ബാഗിനകത്ത് കരിയില നിറയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ആ രീതിയിൽ തന്നെ ഗ്രോ ബാഗിനകത്ത് നിറച്ച് കരിയില ആണ് ഞാനത് നിറച്ചത്. അതിനുശേഷം ഇതിൻ്റെ തൈ നടുവാൻ എത്രയാണോ മണ്ണ് ആവശ്യമുള്ളത് അത്രമാത്രം മണ്ണ് ഞാനത് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് pH കറക്റ്റ് ചെയ്ത് നമ്മൾ ട്രൈക്കോഡർമ ചേർത്ത വളങ്ങളെല്ലാം ചേർത്ത മണ്ണാണ് ഉപയോഗിച്ചത്. ഇത് നട്ടു. അപ്പൊ ആദ്യത്തെ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. 1ാമത്തെ പോയിന്റ്, സൂര്യപ്രകാശവും നീർവാഴ്ചയും ഒക്കെ ഉള്ള സ്ഥലം. ഇത് നമ്മൾ നട്ടു, pH കറക്റ്റ് ചെയ്ത മണ്ണിനകത്ത് നമ്മൾ നട്ടു കഴിഞ്ഞു. 2, ഞാൻ ഇതിന് കൊടുത്ത വളം. ഇത് തൈ പറിച്ച് നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഒരു 3 ദിവസം നമ്മൾ അതിന് തണൽ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സോളിഡ് ആയിട്ടുള്ള വളങ്ങൾ എല്ലാം മണ്ണിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ, അത് വലിച്ചെടുക്കാനുള്ള കഴിവ് അപ്പോഴത്തേക്ക് അതിൻ്റെ വേരിനുണ്ടാകില്ല. അതിന് വേണ്ടിയിട്ട് തൈകൾ ആരോഗ്യത്തോടു കൂടി വളരുവാൻ വേണ്ടി ഒന്നിടവിട്ട ദിവസങ്ങളിൽ പച്ച ചാണകം കലക്കി അത് വളരെ നേർപ്പിച്ച് ദിവസങ്ങളിൽ ഞാൻ ഇതിന് ആദ്യമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് അതൊന്ന് വലുതായി കുറച്ച് ഒന്ന് തലയെടുത്ത് വന്നപ്പോഴാണ് ബാക്കി ജൈവവളങ്ങൾ, അതായത് 4 ദിവസത്തിലൊരിക്കലാണ് ഈ ജൈവവളങ്ങൾ ഞാൻ ഇവർക്ക് കൊടുത്തത്. നമ്മുടെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച്, പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് 4 ഇരട്ടി 5 ഇരട്ടി വെള്ളം ചേർത്ത് ഇതിൻ്റെ മൂട്ടിൽ അരിച്ചൊഴിക്കണം. കാരണം ഇതിൻ്റെ കടഭാഗത്തൊക്കെ വന്ന് പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ പറ്റിയിരുന്നാൽ അഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. പച്ചക്കറിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരു വളം തന്നെ ഉപയോഗിക്കരുത്. 2, ഞാനിതിന് കൊടുക്കുന്നത് എഗ് അമിനോ ആസിഡ്. എഗ് അമിനോ ആസിഡ് ഒരു 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ എഗ് അമിനോ ആസിഡ് ഡൈല്യൂട്ട് ചെയ്ത് അത് മൂട്ടിലും കൊടുക്കും. അതിൻ്റെ ഇലയിൽ, മണ്ടയിൽ വീഴരുത്, അതിൻ്റെ മോൾ ഭാഗത്ത് വീഴരുത്, ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞൊരു 4 ദിവസം കഴിയുമ്പം ഫിഷ് അമിനോ ആസിഡ് ഇതേപോലെ കൊടുക്കാറുണ്ട്. അതും ഒരു 2-3 ml 1 ലിറ്റർ വെള്ളത്തിലെന്നുള്ള കണക്കിൽ അതിൻ്റെ ചുവടിലും ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇലയിലും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊടുക്കുന്നതാണ് ഏറ്റവും ഇതിന് സൂപ്പറായിട്ടുള്ള ഒരു വളമാണ് നമ്മുടെ മുരിങ്ങയില ജ്യൂസ്. മുരിങ്ങയില മിക്സിയിൽ അടിച്ചെടുത്ത് 10 ഇരട്ടി വെള്ളം ചേർത്താണ് വലിയ പ്ലാന്റുകൾക്ക് കൊടുക്കാനുള്ളത്. അപ്പം ചെറിയ ആളുകൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഡൈല്യൂട്ട് ചെയ്ത് തന്നെ ഇതിന് കൊടുക്കണം. ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു വളമാണ്. അതും 10 ഇരട്ടി വെള്ളം ചേർത്ത് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇത് ഏകദേശം വളർന്നു കഴിഞ്ഞ്
പൂക്കാറൊക്കെ ആകുന്ന സമയത്ത് 10 ഗ്രാം പാൽക്കായം, ഒരു 20 ml നല്ല പുളിച്ച കട്ട തൈരിനകത്ത് 1 ലിറ്റർ ലയിപ്പിച്ച് 1 ലിറ്റർ വെള്ളമായിട്ട് 1 ലിറ്റർ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതിന് റോക്കറ്റ് വളം എന്നൊക്കെയാണ് ചില ആൾക്കാർ പറയാറുള്ളത്. പച്ചമുളക് കായ്ക്കാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഒരല്പം ചാരം ഇതിൻ്റെ ചുവട്ടിൽ വിതറി കൊടുക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം. ഇത്രയും ജൈവ വളങ്ങളാണ് ഞാൻ ഈ മുളക് ചെടികൾക്ക് കൊടുത്തിട്ടുള്ളത്. ഓരോ വളം നമ്മൾ കൊടുത്തു കഴിയുമ്പോഴും ഒരു 4 ദിവസത്തെ ഗ്യാപ്പ് ഇതിന് കൊടുക്കാറുണ്ട്. ഇനി ഇതിന് ഞാൻ കൊടുത്തിട്ടുള്ള രാസവളം എന്ന് പറയുന്നത് എപ്സം സാൾട്ട്, മഗ്നീഷ്യം സൾഫേറ്റ്. കാരണം നമ്മുടെ അസിഡിറ്റി കൂടിയ മണ്ണിനകത്ത് മഗ്നീഷ്യം വളരെ കുറവായിരിക്കും. അപ്പം ഇലകളിലുള്ള മഞ്ഞളിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം എന്നുള്ള രീതിയിൽ ഒരു 3-4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് ചെടിയുടെ ചുവട്ടിലും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് അതിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുമുണ്ട്. അതുപോലെ തന്നെ ഇത് ഏകദേശം ഒരു അര പരുവമൊക്കെ ആയി വരുമ്പം ഇതിനാവശ്യമുള്ള സൂക്ഷ്മ മൂലകങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. അത് നമ്മുടെ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ മൈക്രോ ഫുഡ് വാങ്ങിക്കാൻ കിട്ടും. അത് പച്ചക്കറികൾക്ക് ആവശ്യമായിട്ടുള്ള മൈക്രോ ഫുഡ് അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാനുള്ളത് ബോറോണും മഗ്നീഷ്യവും അടങ്ങിയിട്ടുള്ള മൈക്രോ ഫുഡ് തന്നെ നമ്മൾ വാങ്ങണം. വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്നത് വാരി ഇങ്ങനെ വെതറിക്കൊടുക്കുകയല്ല ചെയ്യേണ്ടുന്നത്. ഒരു ചെറിയ കമ്പെടുത്ത് ഒരു ചെടിക്ക് 1 ഗ്രാം കിട്ടത്തക്ക രീതിയിൽ അതിൻ്റെ ചുവട്ടിൽ ചെറുതായിട്ട് ഇതേപോലെ ഒരു ചെറിയ ദ്വാരം, ഒരു കുഴി എടുക്കണം. അതിനകത്ത് നമ്മൾ വളമിട്ട് മണ്ണിട്ട് ഇങ്ങനെ മൂടിക്കൊടുക്കണം. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ കുഴികളെടുത്ത് നമ്മൾ മൈക്രോ ഫുഡ് ഇട്ട് ഏത് രാസവളം കൊടുക്കുമ്പോഴും നമ്മൾ അങ്ങനെയാണ് കൊടുക്കാനുള്ളത്. അപ്പം ചെടിയുടെ മൂട്ടിൽ ചുവട്ടിലോട്ട് നേരെ ചെന്ന് അടുക്കുകയില്ല. മണ്ണിൽ കൂടെ ലയിച്ച് എല്ലാ ചെടികൾക്കും ഒരുപോലെ കിട്ടുകയും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെടി വളർന്ന് ഭംഗിയായിട്ട് പൂത്ത് ഒക്കെ തുടങ്ങുന്ന സമയത്ത് പൂക്കളൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അത് ബോറോണിന്റെ കുറവാണ്. അപ്പം മൈക്രോ ന്യൂട്രൻസ് നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി, ചെടിക്ക് ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ പൂ കൊഴിഞ്ഞു പോകുന്നതാണ് സോളിബർ, അത് ബോറോണാണ്, വെള്ളത്തിൽ ലയിക്കുന്ന ബോറോണാണ്. 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനകത്ത് ലയിപ്പിച്ച് ഇതിൻ്റെ ചെടികളുടെ ഇലയിലെല്ലാം ഭംഗിയായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. സോളിബർ ഇത് ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. ഇനി മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്തതിന് ശേഷം ഒരു 3 ദിവസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൊടുത്തിരിക്കേണ്ടുന്ന ഒരു ഓർഗാനിക് സാധനമാണ് ഹ്യൂമിക് ആസിഡ്. ശരിക്കും പറഞ്ഞാൽ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയൊക്കെ അവശിഷ്ടം ഭൂമിയിൽ കിടന്ന് അഴുകുമ്പോൾ നാച്ചുറലായിട്ട് ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു ആസിഡാണ് ഹ്യൂമിക് ആസിഡ്. അത് ആർട്ടിഫിഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്തത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. കടയിൽ ഹ്യൂമിക് ആസിഡ് ചോദിച്ചാൽ മതി. അത് ഓർഗാനിക് തന്നെയാണ്. നമ്മുടെ കൽക്കരിയില്ലേ, കൽക്കരി ഒരു പ്രത്യേക സാഹചര്യത്തിൽ എയർ ഓക്സിഡേഷൻ നടത്തി എടുക്കുന്നതാണ് ആർട്ടിഫിഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ ഹ്യൂമിക് ആസിഡ്. കണ്ടാൽ നമ്മളെ ടാറ് പോലെയൊക്കെ ഇരിക്കും. അതൊരു 5 ml കലക്കി ചെടിയുടെ ചുവട്ടിലാണ് ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ കാരണം ഒരുപാട് നാരുവേര് പടലങ്ങൾ ഉണ്ടാകുകയും നമ്മൾ ഈ കൊടുക്കുന്ന മൈക്രോ ന്യൂട്രിയൻസും മറ്റ് വളങ്ങളും എല്ലാം ചെടി ഭംഗിയായിട്ട് വലിച്ചെടുത്ത് കരുത്തോടുകൂടി വളരുകയും ചെയ്യും. അത് മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യണം. അപ്പം ഇതിനകത്ത് ഞാൻ കൊടുത്ത രാസവളം എന്ന് പറയുന്നത് ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. എപ്സം സാൾട്ടും ഈ മൈക്രോ ഫുഡും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ 4 കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി 5ാമത്തെ കാര്യം, ഇതിനെ എങ്ങനെ കീടങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാം. മണ്ടരിയുടെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ് ഇതിനകത്ത് ഈ കുരുടിപ്പും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത്, നേരത്തെ പറഞ്ഞ ഘടകങ്ങൾക്ക് ഒപ്പം തന്നെ. അതിനാദ്യം ചെയ്യേണ്ടുന്നത് നമ്മൾ നട്ട് വളർത്തുമ്പോൾ തന്നെ ഒരു 3 ദിവസം ഇടവിട്ട് ഒരു ദിവസം കായം, നമ്മുടെ സാമ്പാർ കായം ഇല്ലേ, അത് മതി. ഒരല്പം അതിൻ്റെ മണം വരണമെന്നുള്ളതേ ഉള്ളൂ. സാമ്പാർ കായം ചൂടുവെള്ളത്തിൽ ഇടുമ്പോഴത്തേക്ക്, കുറച്ച് ചൂടുവെള്ളത്തിൽ ഇടുമ്പോഴത്തേക്ക് അത് നല്ലതുപോലെ ലയിച്ച് കിട്ടും. അതിനെ ഡൈല്യൂട്ട് ചെയ്ത് സന്ധ്യസമയത്താണല്ലേ ഇവരെല്ലാം ഈ ആക്രമിക്കാൻ വരുന്ന സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞൊരു 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക.
അതിങ്ങനെ ഇടവിട്ട് ഒരു 3 ദിവസം ഇടവിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ കൊടുത്ത വളങ്ങളില്ലേ, എഗ് അമിനോ ആസിഡ്, ഫിഷ് അമിനോ ആസിഡ്, നമ്മുടെ മുരിങ്ങയില ജ്യൂസ്, ആ സമയത്തൊക്കെ തന്നെ ഇലകളിൽ സ്പ്രേ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം തന്നെ ഈ കീടങ്ങളെ അകറ്റി നിർത്തുന്ന കാര്യങ്ങളാണ്. അപ്പം അവരെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വേറെ ഈ വേപ്പെണ്ണ മിശ്രിതമോ അതുപോലെ തന്നെ കായോ ഒന്നും നമ്മളവിടെ ഉപയോഗിക്കേണ്ടുന്ന കാര്യമില്ല. ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ ചെയ്താൽ തന്നെ ഒരു കുരുടിപ്പോ ഇതിന് മറ്റ് കുഴപ്പങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുളക് ഇത്ര ഭംഗിയായിട്ട് കൊല കുത്തി കായ്ക്കത്തക്ക രീതിയിൽ നമുക്ക് കായ്പ്പിച്ചെടുക്കാം. നമുക്കെല്ലാം പറ്റുന്ന അബദ്ധം എന്താണെന്നോ, നമ്മള് പിന്നെ ഇതെല്ലാം കൊണ്ടുവന്ന് നട്ട് കുറെ വളവും ഒക്കെ കൊടുത്തിട്ട് അങ്ങ് പോവും. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് വരുന്നത് അതിൻ്റെ ഫലം എടുക്കാൻ മാത്രമാണ്. അപ്പോഴത്തേക്ക് വെള്ളീച്ചയും കുരുടിപ്പും എല്ലാം വന്നിത് നശിച്ചു കഴിയും. അതല്ല, എല്ലാ ദിവസവും ഇവരുടെ അടുത്ത് വന്ന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആരും ഒരു പ്രാണി ഇതിൻ്റെ അടുത്ത് അടുക്കുകയില്ല. ഇനി നിങ്ങൾക്ക് 1-2 ദിവസം ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഒരു വെള്ളീച്ചയുടെ ശല്യമോ അതുപോലെ തന്നെ ഒരു കുരുടിപ്പ് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഇലകളും കൂടുതൽ ബാധിച്ച ഇലകളും അതിൻ്റെ തണ്ടും എല്ലാം കട്ട് ചെയ്ത് കത്തിച്ച് കളയണം. കത്തിച്ച് കളഞ്ഞതിന് ശേഷം നമ്മുടെ ജൈവ കുമിൾനാശിനിയായ വെർട്ടിസീലിയം അതൊരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി, നല്ല നനവുള്ള ചെടികൾ നനവുണ്ടായിരിക്കണം, അപ്പോൾ മാത്രമാണ് അതിന് കൂടുതൽ ഇഫക്റ്റായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത്. നനവുള്ള ഇലകളുടെ അടിയിലും മുകളിലും ഒക്കെ ഭംഗിയായിട്ട് വരത്തക്ക വിധത്തിൽ വെർട്ടിസീലിയം തളിക്കണം. ഇത് ഒരു പ്രാവശ്യം തളിച്ചതുകൊണ്ട് നമുക്കതിൻ്റെ ഫലം ലഭിക്കുകയില്ല. ഈ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 5 ദിവസത്തെ ഇടവേളയിൽ 5 പ്രാവശ്യമെങ്കിലും നമ്മളിത് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനകത്തുനിന്ന് ഇത്രയും വിളവ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.